ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇത് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നൊരു വീഡിയോ ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പ്ലാൻസ് അയക്കുന്നത്, ബൾക്കായിട്ട് പ്ലാൻസ് അയക്കുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലുമാണ്. അത് കഴിഞ്ഞ് ആർക്കെങ്കിലും അർജൻറ്റായിട്ട് ഒരു വെള്ളിയാഴ്ചത്തേക്കുള്ളിൽ പ്ലാന്റ് വേണമെന്നൊക്കെ പെട്ടെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ മാത്രമാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ പ്ലാൻസ് അയക്കാറുള്ളൂ. എന്നാലും അങ്ങനെ റിസ്ക് എടുക്കുന്നത് കുറവാണ്. മിക്കവാറും എല്ലാം തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് അയക്കുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും പോലെ തന്നെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ 36 പേർക്ക്, ഒരു 35ഓളം പേർക്ക് ഞാൻ പ്ലാൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻസ് അയച്ച് കഴിഞ്ഞ് അതിൻ്റെ ട്രാക്കിംഗ് ID എൻ്റെ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ഞാനത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാറുണ്ട്. എല്ലാവരും വാട്സാപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഞാൻ പ്ലാൻസ് അയച്ചതിൻ്റെ ട്രാക്കിംഗ് ID, DTDC ട്രാക്കിംഗ് ID ഇട്ട് കൊടുക്കാറുമുണ്ട്. മിക്കവാറും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ വയനാട്ടിൽ നിന്നാണ് പ്ലാൻസ് അയക്കുന്നത്. വയനാട്ടിൽ നിന്ന് DTDC വഴി പ്ലാൻസ് അയക്കും. പ്ലാൻസ് നല്ല എന്തൊരു സാധനം അയക്കുമ്പോഴും തൊട്ടടുത്ത ദിവസം കൊച്ചി വരെ ഉള്ളവർക്ക് എത്തും. അതായത് എറണാകുളം ജില്ലയിലെ കൊച്ചി വരെ തൊട്ടടുത്ത ദിവസം എത്തും. കൊച്ചിക്ക് താഴേക്ക് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലേക്ക് രണ്ടാമത്തെ ദിവസമായിരിക്കും എത്തുക. അതായത് തിങ്കളാഴ്ച അയച്ചാൽ ബുധനാഴ്ച ആയിരിക്കും എത്തുക. അപ്പോൾ കൊച്ചി വരെ തിങ്കളാഴ്ച ചൊവ്വ എത്തും, കൊച്ചിക്ക് താഴേക്ക് തിങ്കളാഴ്ച ബുധനായിരിക്കും എത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ ഒരു പാർഷ്യാലിറ്റിയും കൂടാതെയാണ് പ്ലാൻസ് അയക്കുന്നത്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെ എന്ന ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പ്ലാന്റ് പാക്ക് ചെയ്യുന്നതും അയക്കുന്നതും. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് അവർക്ക് പ്ലാന്റ്, അതായത് ഞാൻ തിങ്കളാഴ്ച അയച്ചത് വ്യാഴാഴ്ച എത്തിയതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നോട് സംസാരിച്ചു. അതുപോലെ അവർക്ക് കിട്ടിയ പ്ലാന്റിൻ്റെ ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഭയങ്കര ചേച്ചിയുടെ വിഷമം പറഞ്ഞതാണ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നാലും അത് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിക്ക് അത് പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഇനി വാങ്ങുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ സേഫായിട്ട് പ്ലാന്റ് പാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത്. അത് അയച്ചു കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. എനിക്കത് വീട്ടിൽ കൊണ്ടുതരാൻ പറ്റില്ല. വീട്ടിൽ നേരിട്ട് കൊണ്ടുതരാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു താമസം വന്നാൽ നിങ്ങൾ കൊറിയർ ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച പ്ലാൻസ് അയച്ച ആളുകളുടെ പേര് ഞാൻ വായിക്കാം. ഈ പേരിലുള്ളവർക്ക് ആർക്കെങ്കിലും പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നോട് വിവരം പറയുക. കാരണം നാളെ ശനിയാണ്, മറ്റന്നാൾ ഞായറാണ്. ഞായറാഴ്ച വരെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച കിട്ടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തായാലും ഒരു ജീവനുള്ള ഒരു ചെടിയല്ലേ, അത് നശിച്ചു പോകും. അതൊരു ബോക്സിൽ എയർ കയറാതിരിക്കുകയാണെങ്കിൽ നശിച്ചു പോകും. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ വായിക്കുന്ന പേരുകളിൽ കിട്ടാത്തവർ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. രഞ്ജിനി VP, ഡെൽമി നിജോ, ഉഷ മോഹൻദാസ്, ബെൻസൺ ജോയ്, ഇന്ദു വിശ്വനാഥൻ, ഷീമ മോൾ, അശ്വിനി MK, പ്രീതി, രജനി, ഹസീന റഹ്മാൻ, അബ്ദുൽ മനാഫ്, ഫ്രാൻസിസ്, ശില്പ അനൂപ്, കവിത കലേഷ്, VA ആബിദ, ശ്യാമള N, AS ഹരികുമാരി, ജയം ജോയൽ, രമ്യ, ജയലക്ഷ്മി, രന്തു സാറ, അലീന റംഷാദ്, സ്വപ്ന, അനിത പ്രവീൺ, സേവ്യർ PK, ജയ MS, ശ്രീലത, ആദിൽ റിഷാൻ, ഷീജ P, ഹരികൃഷ്ണ, മിനി, ശ്രീരേഖ, ഷിൻസി ജെയിംസ്, LC ജോസ്, രാജമ്മ, ഷീന, ബുഷ്ര.